നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ എന്നാണ്. നമസ്കാരം മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുന്തഹ കടന്ന് അള്ളാനെ നേരിട്ട് കണ്ട സംഭവമാണെന്ത് മിഅ്റാജ് എന്ന് പറഞ്ഞാൽ. നമസ്കാരം മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ നമ്മൾ അള്ളാനെ കാണണം, അള്ളാഹയെ അറിയണം, റബ്ബിനെ അറിയണം. നമ്മൾ കൈകെട്ടുന്നുണ്ട്, അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയിട്ട് സാധുക്കളായ നമ്മൾ വജ്ജഹത്ത് ഓതിയിട്ട് അള്ളാഹുവേ എന്റെ മുഖത്ത് നിന്നിലേക്ക് ഞാൻ തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകെട്ടേണ്. എന്താണ് നമുക്ക് ഓർമ്മയുള്ളത്? ഒന്നും ഓർമ്മയില്ല. എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എവിടെയാണ് റബ്ബിനെ പറ്റി നമ്മൾ ചിന്തിച്ചത്? കാരണം നമ്മുടെ ബോധതലം അത്രയും താഴെയാണ്, നമ്മുടെ ആത്മാവ് അത്രയും താഴെയാണ്. നമ്മുടെ ബോധതലങ്ങൾ ഉയർന്നാൽ നമ്മുടെ നഫ്സുൽ അമ്മാറയിൽ നിന്നും നമ്മൾ നഫ്സുൽ ലവ്വാമയിലേക്ക് പോയി, അവിടുന്ന് മുൽഹിമയിലേക്ക് പോയി, അവിടുന്ന് മുത്മഇന്നയിലേക്ക് പോയി, അവിടുന്ന് റാദിയയിലേക്ക് പോയി, അവിടുന്ന് മർദിയയിലേക്ക് പോയി, അവിടുന്ന് കാമിലയിലേക്ക് എത്തിച്ചേർന്നാൽ, അങ്ങനെ എത്തിച്ചേർന്നാൽ നമുക്ക് പടച്ചവനോട് അവിടുന്ന് ഇബാദത്ത് ചെയ്യുമ്പോ അവിടുന്ന് ഇബാദത്തിന്റെ മാധുര്യം അവിടുന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മാധുര്യം അറിഞ്ഞവരാരാണെന്നറിയോ? അങ്ങനെ മാധുര്യം അറിഞ്ഞവരാരെന്നറിയോ? അവരാണ് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരെ നിങ്ങൾ കളിയാക്കാൻ വേണ്ടി കടന്നു ചെല്ലണ്ട, അവരെ കുറ്റം പറയാ നിങ്ങൾ കടന്നു ചെല്ലണ്ട. അള്ളാഹിന്റെ ഔലിയാക്കന്മാർ അവര് നിസ്സാരക്കാരല്ല. അവരുടെ ഹൃദയത്തെ അവര് സ്വാംശീകരിച്ച് സ്ഫുടം ചെയ്തെടുത്ത് ശുദ്ധീകരിച്ചവരാണ്. അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആത്മാവിനെ ശുദ്ധീകരിച്ച് അവസാനം റബ്ബിനെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അറിഞ്ഞ മനുഷ്യന്മാരുടെ പേരെന്തെന്നറിയോ? ഔലിയാഉല്ലാഹ്.